വയസ്സാകുന്ന ഒരു അനുഗ്രഹമാണ്. ജീവിതത്തിലെ അനുഭവങ്ങൾ, അറിവുകൾ പ്രായം കൂടുമ്പോൾ ഒരാൾക്ക് കൂടുതലായി സമ്പാദിക്കാനാവും. വലിയവരായി വളരുമ്പോൾ നമുക്ക് സമാധാനം, സഹിഷ്ണുത, കുറെ കൂടെ മൂല്യബോധം എന്നിവ കൂടുതലാകുന്നു. പ്രായം എന്നാൽ കണക്കാക്കപ്പെടേണ്ടത് സമ്പത്ത് പോലെയാണ്. അത് നമ്മെ കൂടുതൽ മനുഷ്യത്വത്തോടെ ജീവിക്കാനാണ് സഹായിക്കുന്നത്. വയസ്സാകുന്നത് ശരീരത്തിൻ്റെ ശുഷ്കതയല്ല, മനസ്സിൻ്റെ പ്രകാശമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ നമ്മുടെ യങ്ങായിട്ട് ഇരിക്കാൻ സാധിക്കുക? അത് ഫിസിക്കലിയും മെൻ്റലിയും ഇമോഷണലിയും ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചറായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും? അതിൻ്റെ അകത്ത് നമ്മുടെ ഹാബിറ്റ്സ് ഉണ്ട്, മൈൻഡ് സെറ്റ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു പ്രാക്ടിക്കൽ ഗൈഡ് പോലെ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, സ്മാർട്ടായിട്ട് ഈറ്റ് സ്മാർട്ട്. ഇപ്പം ഡയറ്റ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീൻ പ്രോട്ടീൻസ്, ഹെൽത്തി ഫാറ്റ്സ്, ഹോൾ ഗ്രെയിൻസ് ഇതൊക്കെ നമുക്ക് നമ്മുടെ വാർദ്ധക്യം കുറച്ച് നിർത്തും. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക, സ്ലീപ്പ് വെൽ. 7 to 9 മണിക്കൂർ വരെ നന്നായിട്ട് ഉറക്കം തന്നെ നമുക്കൊരു ഷാർപ്പായിട്ടുള്ള യൂത്ത്ഫുൾ ഒരു അപ്പിയറൻസ് നമുക്ക് തരും. അതുപോലെ സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമ്മുടെ നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ നമുക്ക് നല്ല എനർജി കിട്ടുന്നു, മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. രണ്ടാമത്തത് പ്രൊട്ടക്റ്റ് യുവർ മെൻ്റൽ ഫിറ്റ്നസ്. നമ്മുടെ മെൻ്റൽ ഫിറ്റ്നസ് നന്നായിട്ട് വെക്കുക. അതിന് വേണ്ടി നന്നായിട്ട് കീപ്പ് ലേണിങ്, പുതിയ പുതിയ സ്കിൽസ്, ഹോബീസ്, അതുപോലെ ലാംഗ്വേജസ് ഇതൊക്കെ പുതിയതായിട്ട് പഠിക്കുക. അത് നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വായിക്കുക, ചിന്തിക്കുക, റീഡ് ആൻഡ് തിങ്ക്. റീഡിങ്, വായന, അതുപോലെ പസിൽസ് സോൾവ് ചെയ്യുക, അതുപോലെ തന്നെ ആഴത്തിലുള്ള കോൺവെർസേഷൻസ് അതൊക്കെ നമുക്ക് ഈ കോഗ്നിറ്റീവ് സ്ട്രെങ്ത്, ഇതൊക്കെ ബ്രെയിനിലെ കോഗ്നിറ്റീവ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ഓർ മെഡിറ്റേഷൻ, ധ്യാനം. അത് നമ്മുടെ സ്ട്രെസ് എല്ലാം കുറച്ച് നമ്മുടെ ഇമോഷണൽ റെസിലിയൻസ് കൂട്ടും. അതും നമുക്ക് നല്ലതാണ്. ഇനി അടുത്തത് ഇമോഷണൽ സോഷ്യൽ വെൽബീയിങ്. അപ്പം നമ്മുടെ ചുറ്റുപറ്റി പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സ് വേണം. അതുപോലെ തന്നെ പൊട്ടിച്ചിരിക്കാനുള്ള ഒരു കാരണങ്ങൾ വേണം. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ടീവായിട്ട് ഉള്ള കമ്മ്യൂണിറ്റീസ് നമ്മളെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. അതുപോലെ സ്റ്റേ ക്യൂരിയസ് ആൻഡ് അഡ്വഞ്ചറസ്. അപ്പം നമ്മൾ നന്നായിട്ട് ക്യൂരിയസ് ആയിട്ട് അഡ്വഞ്ചറസ് ആയിട്ടിരിക്കാൻ ഏതെങ്കിലുള്ള രീതിയിലുള്ള ട്രാവൽസ്, അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അനാവശ്യമായുള്ള സ്ട്രെസ്സ് ഇല്ല അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണത് ടാക്കിൾ ചെയ്യുക. പിന്നെ ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് അതുപോലെ തലമുടി, നമുക്ക് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടി എന്തെല്ലാം ആവശ്യമുള്ള കാര്യങ്ങൾ, അമിതമായിട്ടുള്ള സോപ്പ് ഉപയോഗം, അതിന് പകരം നമുക്ക് എന്തൊക്കെ അതിന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പം ഇതൊക്കെ നമ്മുടെ ഏജിങ് കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്കിൻ കെയർ, സൺ പ്രൊട്ടക്ഷൻ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ ആണുങ്ങളാണെങ്കിൽ സ്മോക്കിങ്, ഇപ്പോൾ പെൺപിള്ളേരും ഉണ്ട് സ്മോക്കിങ്. അതുപോലെ തന്നെ ആൽക്കഹോള് ഇതൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഏജിങ് പ്രോസസ്സ് ആക്സിലേറ്റ് കൂട്ടും. പിന്നെ തന്നെ ഗുഡ് പോസ്റ്റർ, അതുപോലെ തന്നെ സ്മൈൽ, നന്നായിട്ട് ചിരിക്കുക, നല്ല ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ ഉള്ള ആ ഒരു ചിരിയും നമ്മുടെ ആ പോസ്റ്ററും ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ് കൊണ്ടുവരും. പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും ചെക്ക് ചെയ്യണം. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ്, അത് ശരിക്കും പറഞ്ഞത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒരു യൂത്ത്ഫുൾ ആക്കി നമ്മൾ വെക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ എംബ്രേസ് ഏജിങ് ബട്ട് ഡോണ്ട് ആക്ട് യുവർ ഏജ്. നിങ്ങളുടെ ഏജ് ഇത്രയായി പോലെ, അയ്യോ എനിക്ക് വയസ്സ് കൂടിപ്പോയി എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. കാരണം നമുക്ക് ശരീരത്തിൻ്റെ വയസ്സിനേക്കാളും വരികയായിട്ട് നമ്മുടെ മനസ്സിൻ്റെ വയസ്സ്. ഇപ്പം എന്താ പറയുന്നത്, നമ്മൾ ചിന്തിക്കണം, നമ്മളെ താങ്ങാൻ വേറെ ആരും
കാര്യമില്ല. നമ്മുടെ തന്നെ വേണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ടാലന്റുകളെല്ലാം വളർത്താൻ. അത് തളർത്തുകയല്ല. പൈസ പോയെന്നും പറഞ്ഞിട്ട് ഇനിയല്ല എനിക്ക് പോയി എന്നും പറഞ്ഞ് നമ്മുടെ ടാലന്റുകളെ നമ്മൾ തളർത്തുകയല്ല ചെയ്യേണ്ടത്. വീണ്ടും വളരാനുള്ള രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാലോ ഇന്നത്തെ ഈ ഇത്രയധികം തിരക്കുകളുള്ള ലോകത്തിൽ നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ഓർക്കും നമ്മളെ വളർത്താൻ അവർക്കൊക്കെ ഘടകങ്ങൾ ഇട്ട് തരാൻ സാധിക്കും. പക്ഷെ അത് വളർത്തിക്കൊണ്ട് അത് പോകേണ്ടത് നമ്മുടെ ഘടകമാണ്. ആഹ് ഹം അപ്പം ഇപ്പം നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് സ്മാർട്ടായിട്ട് നടക്കണമെന്ന് നമ്മുടെ ചുറ്റുമുള്ളവരൊന്നുമല്ല ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനോഭാവം മാറുമ്പോഴത്തേന് ചുറ്റുമുള്ളവരും തന്നെ മാറിക്കോളും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.